നമസ്കാരം. ചിരിമായാതെ മടങ്ങൂ ടീച്ചർ. മിണ്ടാനും ചിരിക്കാനും തൊടാനും ഉമ്മ വയ്ക്കാനും ഒക്കെ ചിരിമായാത്ത മുഖം ബാക്കി വെക്കണം മനുഷ്യനെന്ന് അപാരമായി ആഗ്രഹിക്കുന്നവരുടെ നാടാണിത്. ഇവിടുന്ന് മടങ്ങുമ്പോൾ അങ്ങനെയേ മടങ്ങാൻ പാടുള്ളൂ. മരിച്ച മനുഷ്യരെയും തോറ്റ മനുഷ്യരെയും ചേർത്ത് പിടിച്ച നാടാണിത്. മുറിഞ്ഞു തൂങ്ങിയതെല്ലാം ഉള്ളുപിടഞ്ഞുകൊണ്ട് തുന്നിച്ചേർത്ത നാടാണിത്. ഈ നാട്ടിലെ നല്ല മനുഷ്യർക്ക് ആരെയും കളിയാക്കി വിടാനാവില്ല. ചേർത്ത് പിടിച്ച യാത്ര അയക്കുകയാണ്. രാഷ്ട്രീയം പറഞ്ഞ് നമുക്ക് മത്സരിക്കാവുന്ന വടകര ബാക്കിയുണ്ട് എന്ന പ്രതീക്ഷയോടെ മടങ്ങാൻ കഴിയുന്നതല്ലേ ഭാഗ്യം. വരും തിരഞ്ഞെടുപ്പുകളിൽ മാത്രമല്ല, മനുഷ്യനാണ് ഇവിടെ പ്രവർത്തിക്കുക എന്ന പ്രതീക്ഷയോടെ ഇങ്ങോട്ടേക്ക് വരാൻ ഇന്നാട് ബാക്കിയുണ്ട്. സ്വന്തം കെ രമ. ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പട്ടിക CPM പ്രഖ്യാപിച്ച അന്ന് മുതൽ കെ ശൈലജയെ എന്തിനാ CPM തെരഞ്ഞെടുത്തത് എന്ന് അത് വ്യക്തമാക്കിക്കൊണ്ട്, അതായത് കെ ശൈലജയ്ക്ക് കസേര പിടിച്ചു നൽകാൻ വേണ്ടിയുള്ള ലക്ഷ്യത്തോടെയല്ല കെ ശൈലജ ടീച്ചറെ തിരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പാർട്ടി ബലിയാടാക്കിയതാണ് എന്ന് വ്യക്തമാക്കിയുള്ള അഭിപ്രായം ജനങ്ങൾക്കിടയിലേക്ക് നൽകിക്കൊണ്ട് ജനമധ്യത്തിൽ വിളിച്ചു പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു RMPI നേതാവായിട്ടുള്ള കെ രമ. നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ വലിയ കളികൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ടെന്ന് കെ രമ അന്ന് സൂചനകൾ നൽകിയിരുന്നു. ഇപ്പോഴിതാ കേരളത്തിൽ CPM അടപടലം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കെ രമ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. വടകരയിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ മുന്നേറുകയും കെ ശൈലജ ടീച്ചർ തോൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഹൃദയഹാരിയായ കുറിപ്പുമായാണ് RMPI നേതാവായിട്ടുള്ള കെ രമ MLA ഒരു കുറിപ്പ് പങ്കുവച്ചെത്തിയിരിക്കുന്നത്. ചിരിമായാതെ മടങ്ങൂ ടീച്ചർ എന്ന തലക്കെട്ടിൽ കെ ശൈലജയ്ക്ക് ഒപ്പമുള്ള ഫോട്ടോ സഹിതമാണ് രമയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. മരിച്ച മനുഷ്യരെയും തോറ്റ മനുഷ്യരെയും ചേർത്ത് പിടിച്ച നാടാണിത്. മിണ്ടാനും ചിരിക്കാനും തൊടാനും ഉമ്മ വയ്ക്കാനും ഒക്കെ ചിരിമായാത്ത മുഖം ബാക്കി വെക്കണം മനുഷ്യനെന്ന് അപാരമായി ആഗ്രഹിക്കുന്നവരുടെ നാട്. ഇവിടുന്ന് മടങ്ങുമ്പോൾ അങ്ങനെയേ മടങ്ങാവൂ. ഈ നാട്ടിലെ നല്ല മനുഷ്യർക്ക് ആരെയും കളിയാക്കി വിടാൻ സാധിക്കില്ല. ചേർത്ത് പിടിച്ച് യാത്രയാക്കുകയാണെന്നും രമ വ്യക്തമാക്കുന്നു. വോട്ടെണ്ണൽ 5 മണിക്കൂർ പിന്നിട്ടപ്പോൾ CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ കെ ശൈലജയേക്കാൾ 1 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് കോൺഗ്രസിലെ യുവജനങ്ങൾക്ക് ഏറെ പ്രതീക്ഷയുള്ള ഷാഫി പറമ്പിൽ ലീഡ് ചെയ്ത സമയത്ത് അങ്ങനെയാണ് കെ രമ ഇങ്ങനെ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും തുടക്കം മുതൽ തന്നെ കെ ശൈലജ ടീച്ചറോട് പറഞ്ഞതും അറിയിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന തരത്തിൽ കെ രമ രംഗത്തേക്ക് എത്തുകയാണ്. സംസ്ഥാനത്ത് ആലത്തൂർ ഒഴികെ എല്ലാ മണ്ഡലങ്ങളിലും UDF തരംഗമാണ് എന്ന അത് അംഗീകരിച്ചുകൊണ്ട് വടകര സ്ഥാനാർത്ഥിയായ കെ ശൈലജ ടീച്ചർ ഇതിനു പിന്നാലെ രംഗത്തെത്തിയിട്ടുണ്ട്. നവമാധ്യമ പ്രചാരണം അത് ഫലത്തെ സ്വാധീനിച്ചു എന്നാണ് കെ ശൈലജ ടീച്ചർ പറയുന്നത്. വടകരയിൽ ഷാഫി പറമ്പിൽ മുന്നിട്ട് നിൽക്കുന്നു. അത് തുടരാൻ സാധ്യതയുണ്ട് എന്ന് തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ശൈലജ ടീച്ചറും തിരിച്ചറിയുകയായിരുന്നു. പക്ഷേ ഇതെല്ലാം CPM തനിക്ക് നൽകിയിരിക്കുന്ന പണിയാണ് എന്ന് ഇപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം.